ഉത്കൃഷ്ടബോധമാണീശ്വരൻ ആർക്കുമാത്മപ്രകാശമായി വാഴുന്നു. ഉത്കൃഷ്ടബോധമാണീശ്വരൻ ആർക്കുമാത്മപ്രകാശമായി വാഴുന്നു. അന്ധത ആത്മാവിൽ വന്നിടാതെന്നും ആത്മപ്രകാശമായി വാഴുന്നു. അന്ധത ആത്മാവിൽ വന്നിടാതെന്നും ആത്മപ്രകാശമായി വാഴുന്നു. ആത്മപ്രകാശമായി വാഴുന്നു. മായയും മർത്യനും ഒന്നായി ലോകജീവിതം ചെയ്യുന്ന കാലത്ത്, മായയും മർത്യനും ഒന്നായി ലോകജീവിതം ചെയ്യുന്ന കാലത്ത്, മായാസംഹാരം ചെയ്തിടുവാൻ ബോധമാത്മാവിൽ വന്നങ്ങുദിക്കുന്നു. മായാസംഹാരം ചെയ്തിടുവാൻ ബോധമാത്മാവിൽ വന്നങ്ങുദിക്കുന്നു. ബോധമാത്മാവിൽ വന്നങ്ങുദിക്കുന്നു. സൂക്ഷ്മസ്വരൂപനാണീശ്വരൻ, സൂക്ഷ്മസ്വരൂപനാണീശ്വരൻ, അത് ബോധമായി വാഴുന്നു ആത്മാവിൽ. ആത്മാവിൽ ബോധമുദിക്കാതെ തൻ്റെ ഈശ്വരരൂപത്തെ കാണുമോ? ഈശ്വരരൂപത്തെ കാണുമോ? ഓരോ യുഗത്തിലും ലോകത്തിൽ ബോധം അവതാരമായിട്ടുദിക്കുന്നു. ഓരോ യുഗത്തിലും ലോകത്തിൽ ബോധം അവതാരമായിട്ടു. ശ്യാമള കോമള കാർമുകിൽ വർണ്ണ നിന്നുടെ വാഴ്ച പരമാനന്ദം. 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 ഹൃദയമതാകും ദ്വാരകതല്ലിൽ കളിയാടുന്ന കാർമുകിൽ വർണ്ണ. 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 കമലവിലോചന കരുണാനിധിയേ അങ്ങേ വാഴ്ച പരമാനന്ദം. കമലവിലോചന കരുണാനിധിയേ അങ്ങേ വാഴ്ച പരമാനന്ദം. ശ്യാമള കോമള കാർമുകിൽ വർണ്ണ നിന്നുടെ വാഴ്ച പരമാനന്ദം. ശ്യാമള കോമള കാർമുകിൽ വർണ്ണ നിന്നുടെ വാഴ്ച പരമാനന്ദം. കാണും തോറും
ശ്യാമള കോമള കാർമുകിൽ വന്ന നിന്നുടെ വാഴ്ച പരമാനന്ദം ശ്യാമള കോമള കാർമുകിൽ വന്ന നിന്നുടെ വാഴ്ച പരമാനന്ദം. സർവശക്തിയുടെ അകമഴിഞ്ഞ കാരുണ്യത്താൽ ഉന്നതമായൊരു ദിനം വീണ്ടും നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. ഓരോ ദിനങ്ങളും നമുക്ക് വിശേഷപ്പെട്ടതാണ്. ആദർശ നിയമപ്രകാരം ജീവിക്കുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും വിശേഷപ്പെട്ടതാണ്. ഒരു നിമിഷം ആ നിമിഷം കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്നതല്ലല്ലോ. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ സൂക്ഷിച്ച്, ഓരോ നിമിഷവും നമ്മൾ ശ്രദ്ധിച്ച് പരിശുദ്ധതയോടെ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്നു അത്രമാത്രം നമ്മളിലേക്ക് പുണ്യതകൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ആ വിധത്തിൽ എല്ലാ ദിനങ്ങളും പുണ്യമാണ്. പക്ഷേ ഈ ആഴ്ച എന്ന് പറയുമ്പോൾ കാർത്തിക പക്കനാൾ ദിനം, മകയിരം പക്കനാൾ ദിനം, ഉന്നതമായ ഒരു 12 ആചാര്യസ്തുതി, കോത്തല ശാഖാശ്രമ വാർഷികം, ഇത്രയും പരിപാടികൾ ആദർശത്തിൽ പ്രധാനമായ കാര്യങ്ങൾ നടത്തപ്പെട്ട ഒരാഴ്ചയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം. ഈ പ്രകൃതി പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഈ അവസരത്തിലും അത്ഭുതമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നടത്തപ്പെട്ട അനേകം കർമ്മകാര്യങ്ങളുണ്ടായേക്കാം. അതെല്ലാം ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിനവും പുണ്യദിനം തന്നെയാണ്. ആ പുണ്യതകളെല്ലാം സ്വീകരിക്കപ്പെടുവാൻ തക്ക വിധത്തിൽ നിങ്ങൾ ഹൃദയമൊരുക്കിക്കൊണ്ട് ഭഗവാനെ ആശ്രയിക്കുക. ഏകാഗ്രമായ ചിന്തയോടുകൂടി ഭഗവാനിൽ തന്നെ ലയിച്ചു നിന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുക. ഒറ്റ ലക്ഷ്യം, എപ്പോഴും ഒരു ചിന്ത, ഭഗവാനെ കാണാനും അനുഗ്രഹം വാങ്ങാനും. ഭഗവാനെ കാണാനും അനുഗ്രഹം വാങ്ങാനും ആർത്തിയോടെ ഞങ്ങൾ വന്നതാണ്. ആർത്തിയോടെ ഞങ്ങൾ വന്നതാണ്. ഈ ലോകഭാഗ്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും പരലോകഭാഗ്യത്തെ കാണണമേ. ഭഗവാനെ കാണുക, അനുഗ്രഹം പ്രാപിക്കുക, പരലോക സുഖം ഈ ലോകത്തിൽ വെച്ച് അനുഭവിക്കുക. ഇതൊരു ലക്ഷ്യമായി തീർന്നാൽ ആ ജന്മം തന്നെ പൂർണ്ണമാവുകയാണ്. അങ്ങനെ ആ ലക്ഷ്യത്തോടുകൂടി ജീവിക്കുവാനുള്ള സൂക്ഷ്മ ശ്രദ്ധ, അതാണ് ആത്മബോധോദയ സംഘാംഗങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഓർമ്മയോടുകൂടി തന്നെ നിങ്ങൾ ഒരാഴ്ചക്കാലം ചെയ്ത കർമ്മങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം പരിഹരിക്കത്തക്ക വിധം ഭഗവാന്റെ ദർശനവും സ്പർശനവും ശബ്ദങ്ങളും അനുഗ്രഹങ്ങളും എന്നിലേക്ക് ഭവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ആരാധനയ്ക്ക് വരുന്നത്. ആ അറിവിലാണ് വരേണ്ടത്, ആ അപേക്ഷയോടുകൂടിയാണ് വരേണ്ടത്. അങ്ങനെ വന്നിരിക്കുന്ന നിങ്ങൾക്കത് ഭവിക്കുവാൻ തക്കവിധം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിന്ന് ഇതിങ്ങനെ ഒഴുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഒഴുക്കുന്നത്? അനുഗ്രഹവും ആനന്ദവും ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടേയിരിക്കും. അത് സ്വീകരിക്കാൻ തക്കവിധം നമ്മളത് തുറന്നിരിക്കണം. എന്താ തുറക്കേണ്ടത്? ഹൃദയം തുറന്നിരിക്കണം. അപ്പം അതിന് ശ്രദ്ധയുണ്ടാവണം, ഓർമ്മയുണ്ടാവണം, ഭക്തി ഉണ്ടാവണം. സ്വയംപായ ഭക്തി സ്വയമേ ഉണ്ടാവണമെന്നാണ്. അപ്പോൾ ആ ഭക്തിയോടുകൂടി ഇരുന്ന് ആരാധനയിൽ പങ്കെടുത്താൽ ഉന്നതമായ പരമഭാഗ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ആചാര്യസ്തുതിയെപ്പറ്റി ഇവിടെ പ്രാർത്ഥനയിൽ സൂചിപ്പിച്ചത് നിങ്ങൾ കേട്ടു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഉന്നതമായ ഒരു സ്തുതി. 12 പേരെ ഇതിൽ ശാരീരികാവസ്ഥയിൽ പങ്കെടുക്കുന്നുള്ളൂ. നമ്മൾ ഭൗതികാവസ്ഥ ചിന്തിച്ചാൽ 12 ആചാര്യസ്തുതി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലിരുന്ന് സ്തുതിച്ചവർക്ക് അനേകായിരങ്ങൾ ഇരുന്ന് സ്തുതിക്കുന്ന പോലുള്ള ഒരു അനുഭൂതിയായിരുന്നു. ആ സമയത്ത് വെളിയിൽ വന്ന് പലരും കാഴ്ചക്കാരായിട്ട്, നമ്മുടെ ജയന്തുകുമാർ ഭക്തനും സഹധർമ്മിണി ഉൾപ്പെടെ അനേകം ആളുകൾ, അദ്ദേഹം പ്രഭാതത്തിലൂടെ വന്നിട്ട് വൈകുന്നേരം ഏതാണ്ട് 9 മണി കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്, രാത്രി. അപ്പോൾ അതുപോലെ കാഴ്ചക്കാരായിട്ടുള്ളവർക്കും ആ അനുഭവമാണ് ഉണ്ടായത്. ഇവരിവിടെ ഇരുന്ന് 12 പേര് സ്തുതിക്കുന്ന, വെളിയിൽ നിന്ന് കേൾക്കുമ്പോൾ അനേകങ്ങളിരുന്ന് സ്തുതിക്കുന്ന പോലൊരവസ്ഥ. എന്താ കാരണം?
എന്താണ് അതിന് കാരണം? ദേവന്മാർ കൂടെയുണ്ട്, പരമ്പര ദൂതന്മാർ കൂടെയുണ്ട്. ദേവന്മാർ കൂടെയുണ്ട്, കോടാനുകോടി ദൂതന്മാർ തന്നോടുകൂടി സർവ്വതാ നിലകൊള്ളുകയാണ്. താൻ നേതൃത്വം കൊടുത്ത് നടത്തുന്ന സർവ്വകർമ്മങ്ങളിലും അവരുടെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമാണ് അങ്ങനെ തോന്നിപ്പിക്കുന്നത്. അത് ആ വിധത്തിലൊരു ചിന്തയും ബന്ധവും ഒക്കെ ഉള്ളവർക്കേ തോന്നുകയുള്ളൂ, അല്ലാതുള്ളവർക്ക് ഇതൊന്നും തോന്നുകയില്ല. വെറും കാഴ്ചക്കാരായിട്ട് വന്നു പോകാനേ പറ്റുള്ളൂ. ഏതായാലും ഉന്നതമായ സ്തുതി നടത്തപ്പെട്ടു. അതൊരു കുടുംബത്തിൽ നിന്നുള്ള നേർച്ചയാണ് നടത്തിയത്. അത് സാഫല്യമാകുവാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ കൂടി ഈ വിധ നിയമങ്ങൾ ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നത് തന്നെ ആത്മാക്കളോടുള്ള മഹാകാരുണ്യമാണ്. ഇപ്പം നമ്മൾ പൂരം ജന്മനക്ഷത്രത്തിൻ്റെ ഉന്നതമായ നടത്തിപ്പിനെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് താരാസ്തുതി അതിനിടയിൽ വന്നു. അപ്പോൾ ഇപ്പം പൂരത്തിൻ്റെ നന്ദി പറയുമോ, താരാസ്തുതിയുടെ നന്ദി പറയുമോ? ഇത് രണ്ടും ചേർത്ത് പറയൂ. എങ്ങനെയാവണം, ഏത് വിധത്തിലാണോ എന്നൊരു സംശയമാണ് ഓരോരുത്തർ. കാരണം രണ്ടും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് നടത്തപ്പെട്ടത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആചാര്യസ്തുതിയും വന്നു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹിമാവിശേഷങ്ങളെ ആത്മാവിൽ ദാനം ചെയ്യുവാൻ തക്ക വിധത്തിൽ എണ്ണമറ്റ നിയമങ്ങൾ ഈശ്വരൻ തന്നെ പ്രകൃതിയിൽ നിലനിർത്തിക്കൊണ്ട് ഓരോന്നും നടത്തുകയാണ്. ചിന്തിക്കുമ്പോൾ ഓരോന്നും നമ്മൾ എണ്ണിയെടുക്കാൻ പറ്റും, പക്ഷേ അതിനൊന്നും എണ്ണം നിശ്ചയിക്കാൻ പറ്റുകയില്ല. എപ്പോൾ നടത്തും, എങ്ങനെ നടത്തും, ഏത് വിധത്തിൽ നടത്തും, ഇതൊന്നും ആർക്കും പറയാൻ പറ്റുന്നതല്ല. നിയമങ്ങൾ വളരെ ഇപ്പോൾ 12 വെള്ളിയാഴ്ച വർഷത്തിലൊന്നല്ലേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം. അതിന് എണ്ണമറ്റതെന്ന് പറയാൻ പറ്റും. പക്ഷേ ഭഗവാന് നടത്തുമ്പോൾ അവിടെ എണ്ണമറ്റതെന്നേ പറയാൻ പറ്റൂ. കാരണം ഏത് വിധത്തിൽ എവിടെയൊക്കെ നടത്തുന്നുവെന്ന് ആർക്കാണ് അറിയാൻ പറ്റുന്നത്? എത്ര ഭൂമിയുണ്ട് ഈ പ്രപഞ്ചത്തിൽ, എത്ര അവതാരങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്രേതായുഗം നടക്കുന്നിടവും ത്രേതായുഗം നടക്കുന്നിടം, ദ്വാപരയുഗം നടക്കുന്നിടം, കലിയുഗം നടക്കുന്നിടം ഒക്കെയുണ്ട്. ഇപ്പോൾ കൊച്ചുനീലിയമ്മ തപസ് ചെയ്യുന്ന സ്ഥലമുണ്ടാവും, ഗർഭാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ടാവും, ജനനം നടന്ന സമയമുണ്ടാവും, തപസ് അനുഷ്ഠിക്കുന്ന സ്ഥലമുണ്ടാവും. ഇങ്ങനെ കോടാനുകോടി രംഗങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ ചിന്തിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ വളരെ വിശേഷപ്പെട്ട ഒരവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്നത് വിശ്വസിക്കാമല്ലോ, ചെവി കൊണ്ട് കേൾക്കുന്നത് വിശ്വസിക്കാമല്ലോ, ഹൃദയം കൊണ്ട് അനുഭവിക്കുന്നതിനെ വിശ്വസിക്കാമല്ലോ. അത് വിശ്വസിച്ചാൽ നമ്മൾ എന്തെല്ലാം പറയും. എങ്കിലും ഗുരുമുമ്പാകെ നന്ദി പറയേണ്ടത് നമ്മുടെ കടമയാണ്, നമുക്ക് തന്നിരിക്കുന്ന നിയമമാണ്. ആ വിധത്തിൽ ഇപ്രാവശ്യത്തെ നമ്മുടെ പൂരം ജന്മനക്ഷത്രത്തിൻ്റെ ഒരു പ്രഥമ ഭാഗമായിരുന്ന നമ്മുടെ ജയന്തുകുമാർ ഭക്തൻ, കാരണം വിശേഷപ്പെട്ട ചില വ്യക്തികളെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ പല ആളുകളെയും കൊണ്ടുവരാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയൊരു ദൈവം നിയോഗിച്ചതുപോലെ അത്ഭുതമായി വന്നു ചേർന്നതാണ്. അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം കാണാം. അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം കാണാം. അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം ശാശ്വത സുഖരൂപ സുഖമറിവാറുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ, വാഴും ഗുരുദേവ. ശാശ്വത സുഖരൂപ സുഖമറിവാറുള്ളറിവായിട്ടകമേ
ശാശ്വതാനന്ദ സ്വരൂപനാകുന്ന പരമഗുരു, ശാശ്വതാനന്ദ സ്വരൂപനാകുന്ന പരമഗുരു, നശ്വര ലോകത്തിൽ നശ്വര ദേഹത്തിൽ വസിക്കുന്ന വസിക്കുന്ന ആത്മാക്കളെ ശാശ്വതാനന്ദത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രത്യക്ഷമായി വന്ന് വാഴുന്ന അവതാര വാഴ്ചയാണ് ശുഭാനന്ദാവതാരം. ഏതു വിധത്തിൽ ചിന്തിച്ചാലും ഇത് പരമഭാഗ്യകാലമാണ്. അത് ഭാഗ്യാവസ്ഥ ആത്മാവിൽ സ്വീകരിപ്പാൻ, അത് നിലനിർത്തുവാൻ, അനുഭവ ഭാഗ്യങ്ങളാക്കി തീർക്കുവാൻ, സമ്പൂർണ്ണ മോക്ഷത്തിൽ എത്തുവാൻ ഒരേ ഒരു കാര്യം മതി. നശ്വരമായതിൽ ഇച്ഛവരാതെ നിശ്ചലമാനസരാ ഇച്ഛവരാതെ നിശ്ചലമാനസരാ സത്യമതിൽ സ്ഥിരമൊത്തു വസിച്ചാൽ നിത്യാനന്ദം നിത്യാനന്ദം താൻ. സത്യമതിൽ സ്ഥിരമൊത്തു വസിച്ചാൽ അപ്പൊ എന്താ വേണ്ടത്? നശ്വരമായതിലൊന്നും ഇച്ഛ വരരുത്. എപ്പോഴും സത്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതമായിരിക്കണം. ആ സത്യമുണ്ട് സത്യമുണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? സത്യം കേട്ടു എന്ന് പറഞ്ഞാൽ മതിയോ? സത്യം അറിയാമെന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, സത്യമതിൽ സ്ഥിരമൊത്തു വസിച്ചാൽ നിത്യാനന്ദം നിത്യാനന്ദം സത്യമതിൽ സ്ഥിരമൊത്തു വസിച്ചാൽ സ്ഥിരം എന്ന വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ആ സ്ഥിരത ഉണ്ടാവണം. എന്തിനോട്? ആ സത്യത്തോട് സ്ഥിരത ഉണ്ടാവണം. സ്ഥിരബുദ്ധി സദ്ബുദ്ധി അത് ആത്മാവിൽ വർദ്ധിക്കണം. സ്ഥിരബുദ്ധി ഉള്ളവരിൽ സ്ഥിതി ചെയ്യും ജഗദീശൻ. ആ അങ്ങനെയുള്ളവരിലേ ഇതിന്റെ അധിവാസം ഉണ്ടാകുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ മാനസിക വിഭ്രാന്തി ഉണ്ടായി നടക്കുന്നവരുടെ കാര്യമല്ല ഈ പറയുന്നത്. ആ എല്ലാ കഴിവും എല്ലാ പ്രാപ്തിയും എല്ലാ ശേഷിയും ഉണ്ട് എന്ന് അഭിമാനിക്കുന്നവരുണ്ടല്ലോ. ആ അവർക്ക് പലർക്കും സ്ഥിരബുദ്ധി ഇല്ലാത്തത്. എന്തുകൊണ്ട്? ഒന്നിലും അവർ ഉറച്ചു നിൽക്കുകയില്ല. ആ ഒരിടത്ത് നിന്നൊരു കാര്യം ചെയ്യും, അത് അവിടുന്ന് പറിച്ചുകൊണ്ട് വേറെടുത്ത് ചെയ്യും. ആ ഒരു കാര്യം ഒരു തീരുമാനം എടുക്കും, അവിടുന്ന് പറിച്ചുകൊണ്ട് വേറെടുത്തൊരു തീരുമാനം എടുക്കും. ഇന്നലെ നമ്മുടെ ജയന്തുകുമാർ ഭക്തൻ തന്നെ എന്നോടൊരു കാര്യം പറഞ്ഞു. ആ ഒരു കുട്ടിക്ക് 1200 മാർക്ക് മൊത്തം ലഭിക്കേണ്ട ഒരു കുട്ടിക്ക് അത് കിട്ടിയിരിക്കുന്ന 1197 മാർക്കാണ്. 92 മാർക്കാണ്. 18 മാർക്കിന്റെ കുറവേ ഉള്ളൂ. ഈ കുട്ടിക്ക് അടുത്ത് എന്ത് പഠിക്കണമെന്ന് അറിയില്ല. അവിടെ കൺഫ്യൂഷനാണ്. അപ്പൊ അദ്ദേഹം അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിനെ ഒരു പ്രധാനപ്പെട്ട ഒരു വിദ്യക്ക് ആ വിദ്യ അഭ്യസിക്കുവാൻ വേണ്ടി പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞു. അത്രയും മാർക്ക് വാങ്ങിക്കാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള ആ കുട്ടിക്ക് അടുത്തത് എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധിയില്ല. ആ തീരുമാനമില്ല. എന്തുകൊണ്ട്? ആ പ്രാപ്തിക്കുറവുകൊണ്ടാണ്. ആ അവിടെയാണ് പ്രാപ്തനായ ഒരാളിന്റെ സഹായം ആവശ്യമായി വരുന്നത്. ആ പ്രാപ്തനായ ഒരാളിന്റെ സഹായം കിട്ടിയപ്പോൾ
വാക്കുകൾ അവിടെ ഉറയ്ക്കപ്പെട്ടു. പ്രാപ്തനായ ഒരാളുടെ സഹായം അപ്പൊ അതിന്റെ വഴിയാമണ്ണമുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അതിന്റെ വഴിയാമണ്ണമുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇളകിക്കിടക്കുന്ന മനസ്സിനെ ഉറപ്പിച്ച് ഇളകിക്കിടക്കുന്ന മനസ്സിനെ ഉറപ്പിച്ച് ഇത് മതി എന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ തക്ക വിധത്തിൽ ഇത് മതി എന്റെ ജീവിതത്തിൽ നിന്ന് തീരുമാനമെടുക്കുവാൻ തക്ക വിധത്തിൽ അവർ അറിവ് കൊടുത്തു. ഒരു അറിവ് കൊടുത്തു. അപ്പൊ താൽക്കാലികമായി ആ പ്രവർത്തിച്ചത് അറിവാണ്. അവിടെ താൽക്കാലികമായി പ്രവർത്തിച്ചത് ആ അറിവുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്. അറിവുള്ളതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്. ഇതുപോലെ സർവത്തിന്റെയും ഉൾക്കാമ്പായി നിൽക്കുന്ന ഏകശക്തി, സർവത്തിന്റെയും ഉൾക്കാമ്പായി നിൽക്കുന്ന ഏകശക്തി, സർവജ്ഞാന സമ്പൂർണനാകുന്ന പരമഗുരു, സർവജ്ഞാന സമ്പൂർണനാകുന്ന പരമഗുരു നിന്നിൽ സ്ഥിരപ്പെടുത്തുവാൻ വന്നിരിക്കുന്നത് എന്താണ്? നമ്മളിൽ സ്ഥിരപ്പെടുത്തുവാൻ വന്നിരിക്കുന്നത് എന്താണ്? നിന്റെ ലക്ഷ്യം എന്താണെന്ന് നിന്നെ അറിയിച്ച് നിന്നെ അവിടെ എത്തിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മളെ അറിയിച്ച് നമ്മളെ അവിടെ എത്തിക്കുവാൻ വേണ്ടിയാണ്. നീ എന്തിനാണ് ഇവിടെ വന്നത്? ജന്മമെടുത്തവരെ നമ്മൾ വന്നതും എവിടാണ്? വന്നതുമെന്തിന് നമ്മൾ ചെയ്യേണ്ടതെന്ത്? ജന്മമെടുത്തവരെ നമ്മൾ വന്നതും എവിടാണ്? വന്നതുമെന്തിന് നമ്മൾ ചെയ്യേണ്ടതെന്ത്? നശ്വരദേഹത്തിൽ വന്നു നശ്വര ലോകത്തിൽ വാഴാൻ. നശ്വരദേഹത്തിൽ വന്നു നശ്വര ലോകത്തിൽ വാഴാൻ. വന്നതുമാരാണ് ഇവിടെ വാഴുന്നതാര്? എന്നുവരെ വാഴും പിന്നെ എവിടെ പോയിടും? എന്നുവരെ വാഴും പിന്നെ എവിടെ പോയിടും? ചിന്തിച്ചറിയുവാനുള്ള ജ്ഞാനം നിനക്കുണ്ടോ? എന്നുവരെ വാഴും പിന്നെ എവിടെ പോയിടും? ചിന്തിച്ചറിയുവാൻ ഉള്ള ജ്ഞാനം നിനക്കുണ്ടോ? അതാ മനുഷ്യലോകത്തിൽ മറവായിരിക്കുന്നത്. എന്തിനാണ് വന്നത്? എവിടാണ് വന്നത്? എവിടാണ് വാഴുന്നത്? എന്നുവരെ ഇവിടെ ഉണ്ടാകും, പിന്നെ ഇവിടെ പോകും. ഇതൊന്നും ഒരു അറിവുമില്ലാതെ ഈ കാണുന്നതിലൊക്കെ ഭ്രമിച്ച് അങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ പൂന്താനം പറഞ്ഞതുപോലെ 10 വിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും 1000 പണം കയ്യിൽ ഉണ്ടാകുമ്പോൾ ആയുധമാകിലും ആശ്ചര്യമെന്നതും അതാ പൂന്താനം പറഞ്ഞത്. വേൻസ്വാമിക്ക് എടുത്തു പറയാൻ അറിയത്തില്ല. പറഞ്ഞു 100 സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലും ആശ്ചര്യമെന്നതും. അങ്ങനെ കൂടുതൽ 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 വേണമെന്ന ആഗ്രഹത്തോടുകൂടി ഇങ്ങനെ തേടി നടക്കുകയാണ്. എത്ര കിട്ടിയാലും മതിയാവുകയില്ല. അത് ഈ നശ്വര ലോകത്തിൽ വെച്ചിരിക്കുന്ന മോഹം, അത് സൃഷ്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. സൃഷ്ടികൾ തമ്മിലൊരു മോഹം, മറ്റൊന്നിനെ കണ്ടാൽ ഒരു മോഹം, ആ രുചിയുള്ളതിനെ മോഹം, ആഢ്യത്വങ്ങളോട് മോഹം, ആഡംബരങ്ങളോട് മോഹം. ആ അങ്ങനെ മോഹം 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 കൂടാതെ മനുജന്മമില്ല ഭൂമിയിൽ. മോഹം മനുജന്മത്തിൽ കൂടെ പിറപ്പാകുന്നു. മോഹം
എന്തിന്? സൃഷ്ടിലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി. ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി. ഇത് തമ്മിൽ ഈ ബന്ധവും സ്നേഹവും മോഹവും ഒന്നും ഇല്ലെങ്കിൽ ഇത് നിലനിൽക്കുകയില്ലല്ലോ. തമ്മിൽ സ്നേഹവും ബന്ധവും മോഹവും ഇല്ലെങ്കിൽ ഇതൊന്നും അപ്പൊ ആ മോഹത്തിലൂടെ വർദ്ധിച്ചു കോടാനുകോടി ജന്മമെടുത്ത് മനുഷ്യനായി വന്നില്ലേ? അങ്ങനെ ഈ മോഹത്തിലൂടെ വർദ്ധിച്ചു കോടാനുകോടി ജന്മമെടുത്ത് മനുഷ്യനായി വന്നില്ലേ? ഈ മനുഷ്യനായി വന്നു കഴിയുമ്പോ ആ ഒരു കഴിവ് കൂടി തന്നിട്ടുണ്ട്. ഒരു കഴിവ് കൂടി തന്നിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ്. എല്ലാം തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ്. സർവ്വതും തിരിച്ചറിയുവാനുള്ള കഴിവ് മനുഷ്യനാണ് കൊടുത്തിരിക്കുന്നത്. സർവ്വതും തിരിച്ചറിയുവാനുള്ള കഴിവ് മനുഷ്യനാണ് കൊടുത്തിരിക്കുന്നത്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് ശാസ്ത്രലോകം ഇത്രയും വളർന്നിരിക്കുന്നത്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് ശാസ്ത്രലോകം ഇത്രയും വളർന്നിരിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാരാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശാസ്ത്രജ്ഞന്മാരെന്നാൽ സൽപുണ്യ കർമ്മികൾ, അജ്ഞാനമറ്റാൽ അത് ആത്മശക്തി. കേട്ടിട്ടില്ലേ ഈ കീർത്തനം? ചിലരൊക്കെ കേട്ടിട്ടുണ്ട്, ചിലരൊന്നും കേട്ടിട്ടില്ല. എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ വ്യവസ്ഥയും പറഞ്ഞിട്ടുണ്ട്. ആദി അന്തം തെളിയിക്കുവാൻ വന്നവനാണ്. ആദി അന്താനന്ദമേ മഹാത്മബോധമോ, ആദി അന്താനന്ദമേ. ആനന്ദമാണ് വന്ന് അവതാരമായി നിൽക്കുന്നത്. കുറച്ചുകൂടി വിശദീകരിച്ചു അടുത്ത വരിയിൽ. ആദിയിൽ ഉദിച്ചതും അഖിലാണ്ടം സൃഷ്ടിച്ചതും, ആദിയിൽ ഉദിച്ചതും അഖിലാ ാണ് താൻ ആളായിട്ട് അവതാരം ചെയ്തിരിക്കുന്നത്. ഈ തിരിച്ചറിവ് തന്നു, സൽബോധം തന്നു, സൽചിന്തയ്ക്കുള്ള മാർഗം തന്നു, മനനം ചെയ്യുവാനുള്ള മനസ്സ് തന്നു, സ്വീകരിച്ച് സൂക്ഷിക്കാനുള്ള ഹൃദയം തന്നു. പക്ഷെ ഇതൊന്നും അന്വേഷിക്കാതെ ജഡമോഹ അനുരാഗാദികളിൽപ്പെട്ട് ഇങ്ങനെ കൂപ്പുകുത്തി പോകുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു, ജഡത്തിനും പണത്തിനും ദുഷിച്ച കർമാദികൾക്കും, ജഡത്തിനും വിശിഷ്ടമായ ജന്മത്തെ നശിപ്പിക്കല്ലേ. ഇത് വിശിഷ്ടമായൊരു ജന്മമാണ്. കോടാനുകോടി ജന്മത്തിന്റെ ഫലമായി ബഹുജന്മാർജിത പുണ്യ കർമ്മ ഫലമായി വന്ന മഹനീയ ജന്മമീതു പാഴിലാക്കല്ലേ. ഈ ലോകത്തിലേക്ക് ജന്മം തന്ന് അയച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാ സവിശേഷതകളും അറിയുവാനും അനുഭവിക്കുവാനും തന്നെയാണ്. പക്ഷേ ദുർമോഹത്തിൽ കൂടി ഇതൊക്കെ നശിപ്പിച്ചു കളയുവാനല്ല. എല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കാം, യാതൊരു കുറ്റവുമില്ല. പരസ്പര സ്നേഹത്തോടെയും പരസ്പരാശ്രയത്തോടെയും പരസ്പര സഹകരണത്തോടെയും ഈ ലോകത്തിൽ
കഴിഞ്ഞുകൂടിയാൽ ഈ ലോകത്തിൽ ഓ കഴിഞ്ഞുകൂടിയാൽ എത്ര മനോഹരമാണ് ഈ ഭൂമി. എത്ര മനോഹരമാണ് ഈ സ്വർഗവും നരകവും ഇവിടെ തന്നെയുണ്ട്. സ്വർഗ്ഗവും നരകവും ഇവിടെ തന്നെ അത് തന്നിൽ തന്നെ കാണണം. അത് തന്നിൽ തന്നെ എങ്ങനെ കാണണം? നല്ല കർമ്മങ്ങളിൽ കൂടി നീ സന്തോഷിച്ച് ജീവിതം ചെയ്താൽ, നല്ല കർമ്മങ്ങളിൽ കൂടി നാം സന്തോഷിച്ച് ജീവിതം ചെയ്താൽ, എന്നും സന്തോഷമായിരിക്കുമ്പോൾ അവിടെ സ്വർഗമുദയം ചെയ്യുകയാണ്. സന്തോഷമായിരിക്കുമ്പോൾ അവിടെ സ്വർഗ്ഗം ഉദയം ചെയ്യുകയാണ്. ദുഷിച്ച കർമ്മങ്ങളിലൂടെ നീ ദുഃഖമാണ് അനുഭവിക്കുന്നെങ്കിൽ, ദുഷിച്ച കർമ്മങ്ങളിലൂടെ ദുഃഖമാണ് അനുഭവിക്കുന്നത്, തീരാത്ത ദുഃഖമാണ് നരകമായി മാറുന്നത്. തീരാത്ത ദുഃഖമാണ് നരകമായി മാറുന്നത്. അങ്ങനെ ദുഃഖിതനായി നരകത്തിൽ കഴിയുവാനല്ല നിന്നെ അയച്ചത്. അങ്ങനെ ദുഃഖിതരായ നരകത്തിൽ കഴിയുവാനല്ല നമ്മളെ അയച്ചത്. സ്വർഗപുരം പണി ചെയ്യും സാമഗ്രികൾ നിന്നിൽ തന്നെ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. സ്വർഗപുരം പണി ചെയ്യും സാമഗ്രികൾ നമ്മളിൽ തന്നെ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. എന്താണത്? എന്താണത്? സത്യധർമാദികളാണ്. അപ്പൊ സത്യധർമാദികളിൽ കൂടി ജീവിതം ചെയ്യുന്നവർക്ക് ഒരിക്കലും ദുഃഖമുണ്ടാവുകയില്ല. അങ്ങനെ ദുഃഖമില്ലാത്ത ജീവിതം നയിച്ച് ഉന്നതമായ ഭാഗ്യത്തിൽ എത്തുവാൻ ദൈവം നിയോഗിച്ചയച്ച സത്യം മറന്നുപോയി. എന്തുകൊണ്ട് മറന്നുപോയി? ഈ മായാലോകത്തിൽ വന്ന് മായാമനസ്സിനുള്ളിൽ അകപ്പെട്ടുപോയി. ആ മായാമറയെ മാറ്റുവാനാണ് വലിയ ഈ 5-6 ബാറ്ററിയൊക്കെ ഇടുന്ന വലിയ ടോർച്ച് കാട്ടി വാച്ചർമാർ പോകുന്ന കണ്ടു രാത്രി. അതുപോലെ വലിയൊരു വെളിച്ചവുമായിട്ട് ആത്മപ്രകാശ കാഴ്ച ദീർഘപ്രകാശമായി ആത്മപ്രകാശ കാഴ്ച ദീർഘപ്രകാശമായി തീർത്തു ത്രിലോക സൃഷ്ടിയാർത്തി കർമ്മത്തിലെത്തി ആത്മപ്രകാശ കാഴ്ച ദീർഘപ്രകാശമായി തീർത്തു ത്രിലോക സൃഷ്ടി ആർത്തി കർമ്മത്തിലെത്തി ഉന്നതമായ ആ പ്രകാശമാണ് ഗുരു വന്ന് നമ്മളിലേക്ക് തെളിയിക്കുന്നത്. അപ്പൊ ആ കുറ്റിരുട്ടിനകത്ത് ഈ ആത്മാവ് കണ്ണടച്ചു പൂട്ടിയിരുന്ന് ഉറങ്ങുമായിരുന്നു. ഒന്നും കാണുന്നുമില്ല, ഒന്നും അറിയുന്നുമില്ല. ഈ ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളുമായി ഒരു ബന്ധവുമില്ല. പുറമേ ആള് നോക്കിയാൽ എല്ലാ കാര്യത്തിലും ഉണ്ട്. ഏതെല്ലാം കാര്യങ്ങൾ അറിയാം, എന്തെല്ലാം ശാസ്ത്രവിദ്യകൾ അറിയാം, എന്തെല്ലാം കൗതുകങ്ങൾ അറിയാം, എല്ലാം അറിയാം. എല്ലാം അറിയാം. ആ ആളിനെ ഒന്നും അറിയാത്തതായിട്ടില്ല. പക്ഷേ അകമേ ഇരിക്കുന്ന ഈ മഹാത്ഭുതത്തെ മാത്രം അറിയുന്നില്ല. എന്തുകൊണ്ട് അറിയുന്നില്ല? മായാമനസ് ആകുന്ന മായാമറ വന്ന് അങ്ങനെ മൂടിയിരിക്കുകയാണ്. ആ മായയെ മാറ്റുവാൻ, ആ മായാമറ മാറ്റുവാൻ ജ്ഞാനസമ്പൂർണനാകുന്ന ജഗദീശ്വരനാണ് ഗുരുവായി വന്ന് നിന്നുകൊണ്ട് നിങ്ങളെ ഉപദേശിക്കുന്നത്. ഉൾക്കാമ്പിലുദിക്കുന്ന സദ്ഗുരുവേ എന്റെ അജ്ഞാനം നീക്കുന്ന സത്പ്രഭയേ
ഗുരു എന്ന് പറയുന്നത് നിത്യ വെളിച്ചമാണ്. ഗുരു എന്ന് പറയുന്നത് നിത്യ വെളിച്ചമാണ്. അതിന് യാതൊരു മങ്ങലും ഉണ്ടാകില്ല. യാതൊരു മങ്ങലും ഉണ്ടാകില്ല. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞല്ലോ വാച്ച്മാൻ ടോർച്ചുമായിട്ട് പോകുന്നത്. ഉദാഹരണത്തിന് കൽപ്പിച്ചല്ലോ വാച്ച്മാൻ ടോർച്ചുമായിട്ട്. അതിന്റെ ബാറ്ററി തീരുമ്പോൾ അതിന്റെ വെട്ടം തീർന്നു പോകും. അതിന്റെ ബാറ്ററി തീരുമ്പോൾ അതിന്റെ വെട്ടം. അല്ലെങ്കിൽ ഇപ്പൊ ചാർജ് ചെയ്യുന്നതാണല്ലോ ഇപ്പൊ ഉപയോഗിക്കുക. ആ ചാർജ് തീരുമ്പോൾ അതിന്റെ വെളിച്ചം കുറയും. ചാർജ് തീരുമ്പോൾ അതിന്റെ വെളിച്ചം കുറയും. വീണ്ടും ചാർജ് ചെയ്യണം. ഇത് അങ്ങനെയല്ല. ഇത് സ്വയം പ്രകാശമാണ്. ഇത് നിത്യപ്രകാശമാണ്. ഇത് ശാശ്വത വെളിച്ചമാണ്. സത്യ വെളിച്ചം ഉദിച്ചല്ലോ, നിത്യാനന്ദം കണ്ടല്ലോ. ഓ സത്യ വെളിച്ചം ഉദിച്ചല്ലോ, നിത്യാനന്ദം കണ്ടല്ലോ. ഞാനെ കണ്ടാൽ കണ്ടല്ലോ, അന്ധകാരം പോയല്ലോ. ഓ ഞാനെ കണ്ണൻ ഉണ്ണിയെ ഉൾക്കാമ്പിൽ ഞാൻ കണ്ടല്ലോ. കണ്ണിനു കണ്ണാവുന്ന കണ്ണനെ ഞാൻ കണ്ടല്ലോ. ഓ ഞാനെ കണ്ണൻ ഉണ്ണിയെ ഉൾക്കാമ്പിൽ ഞാൻ കണ്ടല്ലോ. കണ്ണിനു കണ്ണാവുന്ന കണ്ണനെ ഞാൻ കണ്ടല്ലോ. ഓ സത്യ വെളിച്ചം ഉദിച്ചല്ലോ, നിത്യാനന്ദം കണ്ടല്ലോ. ഞാനെ കണ്ടാൽ കണ്ടല്ലോ, അന്ധകാരം പോയല്ലോ. ഓ സത്യ വെളിച്ചമാകുന്ന ഗുരുവിന്റെ ആ വെളിച്ചം ആത്മാവിൽ തട്ടുമ്പോ, അതുവരെ ഉണ്ടായിരുന്ന ആ മൗനവും ആ മന്ദതയും എല്ലാം അങ്ങ് മാറുകയാണ്. ആ മായയിൽ മറഞ്ഞിരുന്നുറങ്ങി മർത്യ ജന്മം. ഓ മായയിൽ മറഞ്ഞിരുന്നുറങ്ങി മർത്യ ജന്മം. ജ്ഞാനസൂര്യനാകും ഗുരു വന്നു നിച്ചുണർത്തി. ആ രാത്രിയിൽ അങ്ങനെ നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോ ആ ഒരാൾ അവിചാരിതമായി അർദ്ധരാത്രി വന്ന് കതവിന് മുട്ടി ഇങ്ങനെ വിളിക്കുക. ഹലോ ആരും ഇല്ലേ, ഇവിടെ ആരും ഇല്ലേ, ഇവിടെ ആരും ഇല്ലേ എന്ന് വിളിച്ച ആ കണ്ണൊക്കെ തുറന്നിട്ട് വരുന്ന ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതുപോലെയാണ് ഗുരുവിന്റെ വെളിച്ചം തട്ടുമ്പോൾ ആത്മാവ് പെട്ടെന്ന് ഉണർന്ന് ഇങ്ങനെ കാണുന്ന കാഴ്ച. ഓ ഗുരുവിനെ കണ്ട് പരമഗുരുവിനെ കണ്ട്, ഗുരുവിനെ കണ്ട് ഗുരുവിനെ കണ്ട് പരമഗുരുവിനെ കണ്ട്. ഹൃദയവാസിയാകും പരമഗുരുവിനെ കണ്ട്. പിന്നെ ഓരോന്നോരോന്നോരോന്നായിട്ട് അങ്ങ് തെളിയിക്കുകയാണ്. ആ രൂപത്തെ ഒന്ന് ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദിയന്തം അറിവായി വാഴുന്നു. പിന്നെ കലിയുഗത്തിൽ ഖഡ്ഗിയായി വാഴുന്നു. ഉടയവൻ ഉടലോടുകൂടി വാഴുന്നു. ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നങ്ങ് തെളിയിച്ച് ആ ഒന്നായിട്ടങ്ങ് ചേരുകയാണ്. ആര്? സൽഗുരുവും താനുമായിട്ട് അങ്ങ് ഒന്നായി ചേരുകയാണ്. സൽഗുരുവും താനും
ഞാനുമൊന്നായി ഈ പാരിടത്തിൽ വന്നുപോയെനിക്കു സന്തോഷം. ലോകവാഴ്ച മൂലമെന്നുള്ളിൽ ക്ലേശം കൂടാതെ വന്നുപോയെനിക്കു സന്തോഷം. പിന്നെ ദുഃഖമെന്നൊരു വസ്തുവില്ല. പിന്നെ ദുഃഖമെന്നൊരു വസ്തുവില്ല. നല്ല വെളിച്ചം നിൽക്കുന്നിടത്ത് ഇരുട്ടുണ്ടോ? വെളിച്ചം നിൽക്കുന്നിടത്ത് ഇരുട്ടുണ്ടോ? പിന്നെ ഇരുട്ടില്ല. ഒരു ശകലവും ഇരുട്ട് പിന്നില്ല. എന്തുകൊണ്ട്? ആ പൂർണ്ണപ്രകാശം അങ്ങനെ അങ്ങ് പ്രകാശിക്കുകയാണ്. ആ പ്രകാശം മുഴുവൻ സന്തോഷവും ആനന്ദവുമാണ്. ആ ആനന്ദത്തിൽ നിത്യം വളരണമെങ്കിൽ മനഃപൂർവ്വം ആരും മറ പിടിക്കാതിരിക്കണം. അതാണ് അതിനകത്തുള്ള ഒരു ചെറിയ കുഴപ്പം. ആ രണ്ട് ശക്തികളെ മനുഷ്യന്റെ ഉപയോഗത്തിലേക്കായി സ്വാതന്ത്ര്യത്തിലേക്കായിട്ടും കൊടുത്തിട്ടുണ്ട്. 5 ശക്തികൾ ഉപയോഗിച്ചാണ് സൃഷ്ടി. 3 സൃഷ്ടാവിന്റെ പരിപൂർണാധികാരത്തിലാണ്. അതിൽ 2 ചെറിയൊരു ഇളവ് കൊടുത്തിട്ടുണ്ട് മനുഷ്യന്റെ ചില കാര്യങ്ങൾക്ക് നടത്താൻ വേണ്ടി. സൃഷ്ടിലോകം നിലനിൽക്കണം, അവനവന്റേതായ കാര്യങ്ങളൊക്കെ സാധിക്കണം, ഇതെല്ലാം തിരിച്ചറിയണം, വേണ്ടതിനെ സ്വീകരിക്കണം, വേണ്ടാത്തതിനെ ഉപേക്ഷിക്കണം. ഇതിനു വേണ്ടിയാണ് കൊടുത്തത്. പക്ഷേ പലപ്പോഴും ദുരുപയോഗമാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടാകും? ചെറിയ മറകളൊക്കെ കൊണ്ടുവന്ന് പിടിക്കും. അപ്പോ ആ മറയുണ്ടാകും, മറവി ഉണ്ടാകും. ആ മറവി അങ്ങനെ വർദ്ധിച്ചു വരുമ്പോ ഗുരുവിനെ പോലും മറന്നുപോകും. മറക്കാതെ ഇരിക്കണം മനുജന്മം എടുത്തവർ. മനുജന്മത്തിന്റെ രക്ഷ ഗുരുവിലല്ലോ. അതുകൊണ്ട് മറക്കാതെ ഇരിക്കുന്നവർക്ക് മാത്രമേ സമ്പൂർണ്ണ രക്ഷ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഈ മനഃപൂർവ്വമുള്ള മറപിടിക്കലം ഒഴിവാക്കണം. ഇപ്പൊ ഒരു കാര്യം വന്നു, ഒരു വിശേഷം വന്നു, ആ കുഞ്ഞാ നീ പൂരത്തിന് വന്നില്ല, എന്ത് പറ്റി? പൂരം മഹോത്സവത്തിന് ഒരാൾ വന്നില്ല. അപ്പൊ കണ്ടപ്പോ ചോദിച്ചു, കുഞ്ഞ എന്താ പൂരം നക്ഷത്രത്തിന് കണ്ടില്ലല്ലോ? അപ്പൊ എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടായേക്കാം. സുഹൃത്തുക്കളുടെ വിവാഹമോ അല്ലെ വ്യതിയാനങ്ങളുടെ എന്തെങ്കിലും അത്യാവശ്യമോ ഒക്കെ ആയിട്ട് ഒരുപക്ഷെ ഒഴിവായതായിരിക്കാം. വ്യക്തമായിട്ട് ശുദ്ധമായിട്ട് അതിന് വളരെ മിതമായൊരു മറുപടി പറഞ്ഞ് ഗുരുമുമ്പാകെ അത് സമർപ്പിക്കുന്നതാണ് ശരി. അനുയോജ്യം എന്നുള്ളതല്ല, സത്യമായ മറുപടി പറയണം. അല്ലാതെ മനസ്സിൽ തോന്നുന്ന അനുയോജ്യമായ മറുപടി അല്ലല്ലോ പറയുന്നത്. സത്യമായത് മാത്രമേ ഗുരുമുമ്പാകെ വെക്കാവൂ. അപ്പൊ അങ്ങനെ ഒരു മറുപടി പറഞ്ഞ് അതിനെ ഒരു ആശ്വാസം വാങ്ങുക എന്നുള്ളതിനപ്പുറത്ത് തക്കയോഗ്യമായ എന്തെങ്കിലും പറഞ്ഞ് അവിടെ ഒരു കബളിപ്പിക്കൽ നടത്തിയാൽ അവിടെ സ്വാഭാവികമായ ഒരു മറയുണ്ടാവുകയാണ്. എല്ലാം കാണാൻ കണ്ണുണ്ട്, ഇവൻ എല്ലാം കേൾക്കാൻ ചെവിയുണ്ട്. എല്ലാം അറിവാൻ അറിവുണ്ട്, അറിവില്ലാതെ ഗുരുവില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത കള്ളനെ പോലെ ചിരിച്ചിരിക്കും. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത കള്ളനെ പോലെ ചിരിച്ചിരിക്കും. അത് ഇതിന്റെ ലീലയാണ്. അത് ഭഗവാന്റെ അവതാര ലീലയാണ്. അറിയാത്തതുപോലെ ഇരുന്നു കൊണ്ട് പലതും ചെയ്യുകയും പലതും കാണിക്കുകയൊക്കെ ചെയ്യും. അത് മനസ്സിലാക്കി സത്യം മാത്രം ഗുരുമുമ്പാകെ ഉണർത്തിക്കാൻ പരിശീലിച്ചാൽ ഒരിക്കലും ഒരു മറയും ഉണ്ടാവുകയില്ല. ഇങ്ങനെ കപടത്തരങ്ങൾ കാണിക്കുമ്പോഴാണ് മറ സ്വാഭാവികമായി ഉണ്ടാകുന്നത്. ഒരു കാര്യം കാണിക്കുമ്പോൾ ഒരു വരയുണ്ട്, അത് കഴിയുമ്പോൾ അടുത്ത വര ഉണ്ടാകും. അങ്ങനെ തുടർച്ചയായ വരകൾ
അങ്ങനെ തുടർച്ചയായ വരകൾ ഇങ്ങനെ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയിൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഒരു ബ്ലേഡ് കൊണ്ടങ്ങ് കണ്ടിച്ചു. എന്തെങ്കിലും സാധനം വെച്ചൊരു ബ്ലേഡ് കൊണ്ടങ്ങ് കണ്ടിച്ചു. അപ്പോൾ അതിനകത്ത് സാധനം മുറിഞ്ഞു കിട്ടി. അത് നല്ലൊരു മിനുസമുള്ള പ്രതലത്ത് വെച്ച് കട്ട് ചെയ്തപ്പോൾ അത് ഷേപ്പിന് കട്ട് ചെയ്ത് കിട്ടി. അങ്ങനെ ഷേപ്പിന് കട്ട് ചെയ്ത് കിട്ടി. പക്ഷേ കണ്ണാടിക്കകത്ത് ചെറിയ വരകളൊക്കെ വീണു, പോറലുകൾ വീണു. പക്ഷേ കണ്ണാടിക്കകത്ത് ചെറിയ വരകളൊക്കെ. അപ്പൊ സ്ഥിരമായിട്ട് ആ പോറലുകൾ വീണ് 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 വന്നപ്പോ സ്ഥിരമായിട്ട് ആ പോറലുകൾ വീണ് 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 വന്നപ്പോൾ പിന്നെ ഈ മുഖം കാണാൻ പറ്റാതായി. കണ്ണാടിയുടെ ഉപയോഗം കണ്ണാടി കൊണ്ട് നടക്കാതെ വന്നു. ഇതുപോലെ പലപ്പോഴായി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ കൂടിക്കൂടി വരുമ്പോ ഗുരു അതിശക്തമായി തെളിയിച്ചു വെച്ച ആത്മാവിനെ നിനക്ക് കാണാൻ കഴിയാതെ വരും. അപ്പൊ അതിനെന്ത് വേണം? ആവശ്യമില്ലാത്തതൊന്നും ഹൃദയത്തിലേക്ക് കടക്കാതെ നീ സൂക്ഷിച്ച് ജീവിക്കണം. മരണക്കിടക്ക വരയുമെന്റെ ഗുരുവരനുടെ, മരണക്കിടക്ക തിരുകൽപ്പന പാലിച്ചു ഞാൻ ജീവിച്ചു കൊള്ളാം. ആ ജീവിതമാണ് സുഖം തരുന്നത്. ആ ജീവിതമാണ് ആനന്ദത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ആ ജീവിതമാണ് ദൈവത്തോട് ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ബന്ധമുണ്ടാകാനും ദൈവസുഖം അനുഭവിക്കുവാനും ആനന്ദം അനുഭവിക്കുവാനും സത്യമായി നിങ്ങൾ എപ്പോഴും ജീവിച്ചുകൊള്ളുക. പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഇന്നും ഇന്നലെയും അതുപോലെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും അനേകം കുഞ്ഞുങ്ങൾ വന്ന് പുതിയ സ്കൂളുകളിലേക്ക് പോകുന്ന കാര്യമൊക്കെ എന്നെ അറിയിച്ചു. അതുപോലെ ഫോണിൽ കൂടി പലരും വിളിച്ചു പറഞ്ഞു. പല വിദേശ രാജ്യങ്ങളിൽ നിന്നും പലരും വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അറിയിക്കുന്ന ഈ അറിയിപ്പുകളെല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് കുഞ്ഞുങ്ങളെല്ലാം ഇത് അനുഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ അനുഗ്രഹം നിങ്ങളിൽ പ്രാവർത്തികമാകണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? മാതാപിതാ ഗുരു ദൈവമെന്നുള്ള ഭക്തി എന്നുള്ളത്തിൽ തോന്നിച്ചിടണം. മാതാപിതാ ഗുരു ദൈവമെന്ന ആ ബഹുമാനം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളിൽ അതില്ല, അവർക്ക് എന്നോട് ബഹുമാനമില്ല, അവർക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ ഒഴിഞ്ഞു നിൽക്കുക അല്ല വേണ്ടത്. പല രക്ഷിതാക്കളും പറയാറുണ്ട്, പറഞ്ഞ ഒരു അനുസരണയില്ല. സത്യത്തിൽ അത് രക്ഷിതാക്കളുടെ കഴിവുകേടല്ലേ? അവര് പെറ്റു വളർത്തിയ കുഞ്ഞല്ലേ ഇത്? അവനെ അനുസരണയോടുകൂടി വളർത്തേണ്ട കടമ ആർക്കാണുള്ളത്? രക്ഷിതാക്കൾക്കാണുള്ളത്. ചെറിയ പ്രായത്തിൽ അവന്റെ ശീലങ്ങൾക്ക് വശംവദരായി നിന്നിട്ട് അവനെ ആ വിധത്തിൽ വളർത്തിയിട്ട് ഒരു വളർച്ച എത്തിക്കഴിയുമ്പോ തെക്കോട്ട് പോകരുത്, വടക്കോട്ട് പോകരുത്, കിഴക്കോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് അവൻ കേൾക്കൂ. എടാ, ഇന്നലെ വരെ ഞാൻ പോകുന്നിടത്തോട്ട് അവര് വന്നോണ്ടിരുന്നതാണ്. ഞാൻ പറയുന്ന സാധനം എനിക്ക് വാങ്ങിച്ചു തന്നോണ്ടിരുന്നവരാണ്. ഞാൻ ചെയ്യുന്നത് മാത്രമായിരുന്നു അവരുടെ ഇഷ്ടം. ഞാൻ ചെയ്യുന്നതായിരുന്നു അവരുടെ സന്തോഷം. ഇന്നവര് പറയുന്നു ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന്. ഈ കുഞ്ഞിന്റെ ഉള്ളിലിരുന്ന് അത് ചിന്തിക്കുകയില്ലേ? പുറമേ പറയുന്നില്ലെങ്കിൽ പോലും അവന്റെ ഉള്ളിലിരുന്ന് ആ മനസ്സ് മന്ത്രിക്കും, ഇവരെന്താ ഇങ്ങനെ? അപ്പൊ എന്ത് വേണം? ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. നമ്മൾ പരിശീലിപ്പിക്കേണ്ട സമയത്ത് കൃത്യമായി പരിശീലിപ്പിക്കണം. ഇപ്പൊ പല കുഞ്ഞുങ്ങളെയും പൂജാമുറി കൊണ്ടുപോവുകയില്ല. എന്താ കാരണം? അവൻ അവിടെ ഇരുന്ന് കരയും, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഒരു ശകലം കരയട്ടെ. നിങ്ങൾ അവനെ പിടിച്ചടക്കി മടിയിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഒരാഴ്ച, രണ്ടാഴ്ച, ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഒരു മാസം വരെ ആ പരിശീലനം വേണ്ടി വരും.
പഠിച്ച ചില കുഞ്ഞുങ്ങൾക്ക് ഒരു മാസം വരെ ആ പരിശീലനം ഇല്ല, ഒരു കാരണവശാലും ഇവർ വിടുകയില്ല, ഈ സമയത്ത് ഇവിടെ ഇരുന്നേ പറ്റൂ എന്ന് തീരുമാനം വന്നു കഴിയുമ്പോ, ഒരു കാരണവശാലും വിടുകയില്ല, ഈ സമയത്ത് ഇവിടെ ഇരുന്നേ മതിയാകും എന്നുള്ള തീരുമാനം വന്നു കഴിയുമ്പോൾ, ഇന്നലെ ഒരു കുഞ്ഞു വന്നു, ഇന്നലെ ഒരു കുഞ്ഞു അതിന്റെ മാതാപിതാക്കളോടൊപ്പം വന്നു. അതിന്റെ മാതാപിതാക്കളോടൊപ്പം അവരിപ്പോ പറയുന്നത് എന്താണെന്നറിയോ? പൂജാമുറിയുടെ താക്കോല് പൂട്ടി മോളി വെച്ചിരിക്കുക, ഇവൻ എടുക്കാത്തോണ്ട്. അവരിപ്പോൾ പറയുന്നത് പൂജാമുറിയുടെ താക്കോൽ പൂട്ടി മോളിൽ വെച്ചിരിക്കുകയാണ്, അത് അങ്ങനെ ഒരു കുഴപ്പം. അവൻ എപ്പോഴും പൂജാമുറി ഇരിക്കുന്നതാണ് ഇഷ്ടം. അദ്ദേഹത്തിന് എപ്പോഴും പൂജാമുറി ഇരിക്കുന്നതാണ്. ആ കുഞ്ഞിന് പൂജാമുറി ഇരിക്കുന്നതാണ് ഇഷ്ടം. കുഞ്ഞിന് എപ്പോഴും പൂജാമുറി ഇരിക്കുന്നതാണ് ഇഷ്ടം. അത് നമ്മൾ പറയുന്നത് ശരിയല്ലെങ്കിൽ ആ വീട്ടിലെ കോലാഹലങ്ങൾ ആ സൈസായിരിക്കും. കുഞ്ഞ് സ്വസ്ഥമായിട്ട് അവിടെ പോയിരുന്നായിരിക്കും. ഏതായാലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തണം, നമ്മുടെ ചിട്ടയിൽ വളർത്തണം. അനാവശ്യമായ കാര്യങ്ങളല്ലല്ലോ ശുഭാനന്ദാശ്രമത്തിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അറിവറ്ററിവും മനസ്സറ്റ കർമ്മവും ആത്മാവിൽ നിറവേറ്റുവാൻ, ആത്മകാന്തനെ ആത്മാവിന്റെ രൂപമായി ആത്മാവിൽ തെളിഞ്ഞു കാണുവാൻ, ജന്മപാപവും കർമ്മദോഷവും ജീവനാശവും മാറി ശുദ്ധമാകുവാൻ, ആത്മബോധം ഉദിക്കുവാൻ, ശുഭാനന്ദം കാണുവാൻ, ആത്മനാഥൻ കരുതുന്ന ഈ കരുതൽ അനുസരിച്ച് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തുമെന്ന് തീരുമാനിക്കുന്നവരൊന്ന് കൈ ഉയർത്തി കേട്ടാക്കും, കൈ അടിച്ചു കേട്ടാക്കൊള്ളാം. അങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കൂടി ഉന്നതന്മാരായും ഉന്നതകളായും ഈ വളർന്നു വന്ന് ഈ ആദർശം ലോകത്തിൽ പുലർത്തുവാൻ ഇടയായി തീരുമാറാകട്ടെ. ഇനിയും അനുസരിക്കാത്ത കുഞ്ഞുങ്ങൾ അനേകം ഇടങ്ങളിൽ നിന്ന് ആ പരാതി വരുന്നുണ്ട്. പൊതുവെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി കൂടുതലാണ്, അതിൻ്റെതായ കുസൃതി തരങ്ങളൊക്കെ കൂടുതലുണ്ടാവും. അവരവരുടെ കുട്ടിക്കാലവും അതിന്റെ കുസൃതിത്തരവും രക്ഷിതാക്കളൊക്കെ അറിയുന്നില്ലല്ലോ. അവരുടെ രക്ഷിതാക്കളോട് ചോദിച്ചാൽ അറിയാമോ ഇവൻ ഇതിനേക്കാളൊക്കെ തുന്തിരിയാന്ന് അമ്മമാര് പറയും. പക്ഷെ അത് ഇവർ ഓർക്കുന്നില്ലല്ലോ. അവരുടെ പരാതി എന്താണ്? ഇവൻ ഭയങ്കര കുസൃതിയാണ്. എത്ര നമ്മള് ഒഴിഞ്ഞു വെച്ചാലും അവൻ അതിനകത്തും എല്ലാം ഇറങ്ങി വരും. പലതും എടുക്കും, മൊബൈൽ ഫോൺ എടുക്കും, അതെടുക്കും, ഇതെടുക്കും എന്നൊക്കെ പല പരാതികളും പറയാറുണ്ട്. ഇതെല്ലാം ഈ പരാതികളെല്ലാം ഇരിക്കട്ടെ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നാക്കി വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശ്രദ്ധയും അതിനുള്ള ഓർമ്മയും അതിനുള്ള സമയവും കണ്ടെത്തേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അല്ലാതെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതുകൊണ്ട് മാത്രം രക്ഷിതാക്കളാകുന്നില്ല. അതിനെ വളർത്തി ലോകരംഗത്ത് അത് പ്രബലനായി തീരുന്ന ഒരവസ്ഥയിൽ എത്തുന്നത് വരെ അതിനെ സംരക്ഷിക്കേണ്ട ചുമതല രക്ഷിതാക്കൾക്കുള്ളതാണ്. ധർമ്മബോധമുള്ളവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. അല്ലാതെ കുറെ ആഹാരം കഴിച്ച് ശരീരം വണ്ണിക്കുന്നതല്ല. ഇപ്പോഴത്തെ ആളുകളുടെ മത്സരം മുഴുവൻ അങ്ങനെയാണ്. കുഞ്ഞുങ്ങൾ ശരീരപുഷ്ടിപ്പെടുക, ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് വെളുക്കണം, കുഞ്ഞിന് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞുള്ള മരുന്നെല്ലാം കൂടെ കഴിക്കും. അത് തന്നെ പലവിധ രോഗങ്ങളുമായിട്ടാണ് പിന്നെ വെളിയിലേക്ക് വരുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. സൗന്ദര്യം കുറഞ്ഞതാവട്ടെ, നീളം കുറഞ്ഞതാവട്ടെ, അല്ലെങ്കിൽ കൂടിയതാവട്ടെ, ശരീരം ഏതു വിധത്തിലും ഇരിക്കട്ടെ, അവന്റെ ബുദ്ധിയും അവന്റെ ഓർമ്മയും ധർമ്മബോധത്തോടു കൂടിയുള്ളതായിരിക്കണം. മുതിർന്നവരോട് പെരുമാറാൻ അവൻ പഠിച്ചിരിക്കണം. പ്രാർത്ഥിക്കേണ്ട സമയം അവന്റെ ടൈം ടേബിളിൽ ഉണ്ടായിരിക്കണം. ഞായറാഴ്ച ആരാധനയും വെള്ളിയാഴ്ച ആരാധനയും അവന്റെ ടൈം ടേബിളിൽ ഉണ്ടായിരിക്കണം. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കാൻ അവൻ അറിഞ്ഞിരിക്കണം. മുതിർന്നവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോ കുഞ്ഞവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതിർന്നവർ എണീറ്റ് അവരെ സ്വീകരിക്കും.
മുതിർന്നവർ എണീറ്റ് അവരെ സ്വീകരിക്കും. ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുകയില്ല. കുഞ്ഞിനെ ശ്രദ്ധിക്കുകയില്ല. അങ്ങനെയല്ല വേണ്ടത്. ആ കുഞ്ഞിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ഇന്നാര് വരുന്നു നമസ്കാരം പറ, ആ എന്ന് പറഞ്ഞു കൊടുക്കണം. കുറച്ചുകൂടി കഴിയുമ്പോൾ പറഞ്ഞു കൊടുക്കണം. മുതിർന്ന ആളുകൾ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് അവരെ സ്വീകരിക്കണം. അങ്ങനെ പടിപടിയായി നമ്മൾ ചൊല്ലിക്കൊടുക്കുന്ന കാര്യങ്ങളാണ് ഒരുത്തനിൽ ധർമ്മബോധം ഉണ്ടാക്കുന്നത്. ഇപ്പോ പറഞ്ഞു കൊടുക്കുന്നത് നർമ്മബോധമാണ്. ആ തമാശയാ വെച്ചു കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് ആഹാരം കഴിക്കുമ്പോൾ ഒരു തമാശ, കക്കൂസി പോകുമ്പോൾ ഒരു തമാശ, പിന്നെ അത് ചെയ്യുമ്പോൾ തമാശ, ഇത് ചെയ്യുമ്പോൾ തമാശ കഥകൾ വെച്ചു കൊടുക്കുക. ആ നർമ്മബോധം വളർത്താനല്ല, ധർമ്മബോധം വളർത്താനാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ പഠിക്കേണ്ടത്. ആ അങ്ങനെ വളർത്തണം നമ്മുടെ കുഞ്ഞുങ്ങളെ. അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഈ ആദർശത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ കഴിയുള്ളൂ. അല്ലാതെ കുറെ നാൾ ഞാൻ വളർന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഒരു 10-16 വയസ്സൊക്കെ ആകുമ്പം അമ്പോറ്റി അവനിപ്പോ പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നില്ലേ, അതെന്താ? ഓ എത്ര വിളിച്ചാലും വരത്തില്ല. ഞാൻ പറഞ്ഞു വിളിച്ചോണ്ട് വാ. ഓ അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോ എന്ത് അവൻ വന്നില്ലയോ? ഓ അവൻ വിളിച്ചിട്ട് വരുന്നില്ല. എന്താ കാര്യം? ഈ 15 വർഷത്തിൽ അവൻ ആകെ കണ്ടത് 10-12 പ്രാവശ്യം ആശ്രമം കണ്ടിട്ടുള്ളത്. ആ വളരെ വിദൂരങ്ങളിലും വിദേശങ്ങളിലും താമസിക്കുന്നവർക്ക് അങ്ങനെ സാധിക്കുകയുള്ളൂ. പക്ഷെ സമീപ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ശാഖാശ്രമങ്ങൾ ഉള്ളിടത്ത് കൃത്യമായി കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ ബന്ധിപ്പിക്കാൻ പറ്റും. അത് കൃത്യമായി എത്തിക്കേണ്ടത് ആരുടെ കടമയാണ്? നമ്മുടെ കാര്യങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ടായാലും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് കൊണ്ടുപോകുവാനും നിർബന്ധമായി ഇതൊക്കെ പരിശീലിപ്പിക്കുവാനും. അത് ആശ്രമത്തിൽ കൊണ്ട് ഇപ്പം മിക്കവാറും ആശ്രമങ്ങളിലെല്ലാം ശുഭാനന്ദ പഠനക്കളരി നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലം ശാഖാശ്രമത്തിലെ കുട്ടികളെല്ലാം കൂടി ഇവിടെ വന്നിരുന്നു. കുറച്ചു സമയം അവരുമായി സംസാരിച്ച് പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചാണ് വിട്ടത്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആധികാരികമായ പല കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെയാണ് പഠിപ്പിക്കുക. അതോടൊപ്പം പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. വീട്ടിൽ പഠിക്കേണ്ട കാര്യം വീട്ടിൽ തന്നെ പഠിക്കണം. അത് പഠിപ്പിക്കേണ്ടത് രക്ഷിതാക്കളാണ്. ആ അച്ഛൻ രാവിലെ ഒരു വഴിക്ക് പോയി അമ്മ വേറൊരു വഴിക്ക് പോയി, അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ആ അത് കൃത്യമായിട്ട് എത്തിക്കുവാനുള്ള പ്രാപ്തി അവർക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചുമതലയായി നിലനിർത്തിയിരിക്കുന്നവരിലേക്ക് അത് കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് അത് ചെയ്യിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചിട്ടയിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു സമയം കഴിയുമ്പോൾ ഇരുന്ന് ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല. അയ്യോ ഭഗവാന് നേർച്ച വെച്ചുണ്ടായ സന്താനമാണ് ഇപ്പൊ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുള്ളൂ? ആ അങ്ങനെയല്ല പറയേണ്ടത്. ആചാര കർമ്മങ്ങൾ ആധാരമാക്കിക്കൊണ്ട് ജീവിതം ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. അങ്ങനെ സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി ഭവിക്കട്ടെ. സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി ഭവിക്കട്ടെ. ചിത്തതാരിൽ ശുഭാനന്ദം കളിയാടട്ടെ. ചിത്തതാരിൽ ശുഭാനന്ദം കളിയാടട്ടെ. സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി ഭവിക്കട്ടെ. സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി ഭവിക്കട്ടെ. ചിത്തതാരിൽ ശുഭാനന്ദം കളിയാടട്ടെ. ചിൽസ്വരൂപ സത്യരൂപ സർവശക്ത ശുഭാനന്ദ. ചിൽസ്വരൂപ സത്യരൂപ സർവശക്ത ശുഭാനന്ദ. ചിൽസ്വരൂപ സത്യരൂപ സർവശക്ത ശുഭാനന്ദ. ചിൽസ്വരൂപ സത്യരൂപ സർവശക്ത ശുഭാനന്ദ. സർവദാ എന്നന്തരംഗേ കളിയാടണേ.
കൂടി സത്യധർമാദികളിൽ കൂടി നമ്മുടെ ഓമന കുഞ്ഞുങ്ങളെ വളർത്തി ഉയർത്തിയെടുക്കുവാൻ കുഞ്ഞുങ്ങളെ വളർത്തി ഉയർത്തിയെടുക്കുവാൻ രക്ഷിതാക്കളാകുന്ന നിങ്ങൾക്കെല്ലാം പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രക്ഷിതാക്കളാകുന്ന നമുക്കെല്ലാം പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് ഭഗവാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ സാഠ്യവും അവരുടേതായ ചില താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ മുതിരുമ്പോൾ എത്രത്തോളം അതിൽ സത്യമുണ്ട്, ധർമ്മമുണ്ട് എന്ന് അവലോകനം ചെയ്ത് അതില്ലാത്തതാണെങ്കിൽ ഒഴിവാക്കാൻ കൃത്യമായും രക്ഷിതാക്കൾ ശ്രമിക്കണം. കുഞ്ഞല്ലേ അതങ്ങ് ചെയ്തോട്ടെ എന്ന് കരുതിയാൽ അതൊരു നിത്യശീലമായി മാറിപ്പോകും. പിന്നെ ഒരിക്കലും അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാതെ വരും. അങ്ങനെ ആകരുത്. കുഞ്ഞുങ്ങൾ എപ്പോഴും ടേപ്പ് റെക്കോർഡർ പോലെയാണ്. എന്ത് കണ്ടാലും അവർ അതുപോലെ ഒപ്പിയെടുക്കും. അപ്പോൾ ചെയ്തില്ലെങ്കിലും അത് കുറച്ച് കഴിഞ്ഞെങ്കിലും അവർ അതിൽ നിന്ന് അതുപോലെ അവർ പ്രവർത്തിക്കും. അതുകൊണ്ട് ആ വിധ കാര്യങ്ങളിൽ ഒന്നും പോകാതെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ മാതാപിതാക്കൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? അവർക്ക് മാതൃകയായിട്ടായിരിക്കണം. അല്ലാതെ അന്യോന്യം കലഹിച്ചും പലവിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയും ജീവിതം ചെയ്താൽ അവരും അത് പഠിച്ചുകൊണ്ടിരിക്കും. ഈ അടുത്ത സമയത്ത് ഒരു കുടുംബകലഹം ഉണ്ടായി. 2 കുഞ്ഞുങ്ങൾ ഇവിടെ വന്നു. അപ്പോ ഇവിടെ വന്ന് മധ്യസ്ഥം വഹിച്ചു. ഒരുപാട് സമയം എടുത്ത് പറഞ്ഞൊക്കെ പരിഹരിച്ച് വിട്ടെങ്കിലും ഞാൻ ആലോചിച്ചപ്പോ ആ 2 കുടുംബങ്ങളിലും മിക്കവാറും വഴക്കുണ്ട്. ആ സ്ത്രീയുടെ കുടുംബത്തിലുമുണ്ട്, പുരുഷന്റെ കുടുംബത്തിലുമുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ യോജിച്ചൊരു വീട്ടിലോട്ട് ചെന്നപ്പോ അവിടെയും കലഹം. എന്താ കാരണം? ചെറുപ്പം മുതലേ ഇത് കേട്ട് പഠിച്ചതാണ്. അപ്പൊ അവർക്ക് അതൊരു കാര്യമല്ല. പക്ഷേ ആന്തരികമായി പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴാണ് എന്റെ മുമ്പിൽ വരെ എത്തിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് വേണ്ടത്? അച്ചടക്ക ബോധം എപ്പോഴും നമ്മൾ പരിശീലിപ്പിക്കണം. ഗുരുശിഷ്യ ബന്ധത്തിൽ വളർത്തി ഉയർത്തണം. അത് എപ്പോഴും നമ്മുടെ വീട്ടിൽ അത് പ്രത്യേകമായി തന്നെ കരുതണം. എത്ര ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കൃത്യനിഷ്ഠകളൊന്നും മുടക്കാതെ ചെയ്യുവാനുള്ള ഒരു പരിശീലനം നമ്മുടെ ഓരോ ഭവനങ്ങളിലും ഉണ്ടാവണം. ഇന്നലെ ഒരാൾ വന്ന് പറഞ്ഞു, ഭഗവാനെ എനിക്കിപ്പോ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കാൻ വയ്യാത്തോണ്ട് കുളിക്കാതാ ഞാൻ വിളക്ക് കത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു കാലും കൈയും മുഖവും ഒക്കെ കഴുകി ശുദ്ധമായി പോയി വിളക്ക് കത്തിക്കുക. പിന്നെ വെയിൽ ആയതിനു ശേഷം കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം അത് മുടക്കാനുള്ള മനോഭാവം അല്ലല്ലോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് ഒരു ദോഷമായി വരികയില്ല. എന്നാൽ ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ ഇടപെട്ട് ശരീരം അശുദ്ധമായിരിക്കുകയാണെന്ന്, അല്ലെങ്കിൽ അശുദ്ധമായ ഒരു ചുറ്റുപാടിൽ പോയിട്ട് വന്ന് കിടന്നുറങ്ങിയ ആളാണെങ്കിൽ ആ ആൾ കുളിക്കാതെ കയറിയാൽ അത് അശുദ്ധിയാണ്. അതങ്ങനെയല്ല. വീട്ടിൽ തന്നെ കഴിയുന്ന ആളാണ്, മറ്റൊരു കാര്യത്തിലും പോകുന്ന ആളല്ല. ശാരീരികമായി വാർദ്ധക്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു, രാവിലെ കുളിക്കാതെ വിളക്ക് കത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. കാലും മുഖമൊക്കെ കഴുകിയിട്ട് അങ്ങ് വിളക്ക് കത്തിച്ചോളാൻ പറഞ്ഞു. കാരണം മുടങ്ങരുത് എന്നൊരു ചിന്തയുണ്ടല്ലോ. മരണം വരെ അത് മുടങ്ങാതിരിക്കുകയും ചെയ്യും. അങ്ങനെ നിർബന്ധമുള്ളവർക്ക് ആർക്കും മരണം വരെ മുടങ്ങിയിട്ടുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്നിപ്പോ പറ്റത്തില്ല, നാളെ എങ്ങാനും ആട്ടെ എന്ന് വിചാരിച്ച് ഒഴിവ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പല വിധത്തിലുള്ള ഒഴിവായി മാറും. പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഒരു ദിവസം ഒഴിഞ്ഞത് പിന്നെ പല ദിവസം ഒഴിയേണ്ടതായിട്ട് വരും. അപ്പൊ കൃത്യനിഷ്ഠകൾ നിർബന്ധമായി പുലർത്തുന്നവർക്കാണ് ശാശ്വതമായ സുഖത്തിലെത്താൻ കഴിയുന്നത്. ആ സുഖം ഭവനങ്ങളിൽ നിലനിർത്തിയെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളിലേക്കും അത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ആ ഓർമ്മയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും ജീവിതം ചെയ്യുക.
നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ഏത് മാതാപിതാക്കളുടേതുമാകട്ടെ, ഏത് രാജ്യത്ത് ജനിച്ചതാകട്ടെ, ഏത് ദേശത്ത് ജനിച്ചതാകട്ടെ, എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവരെല്ലാം സൽബുദ്ധികളായി സൽക്കർമ്മികളായി വളർന്നു വരുവാൻ, ഉന്നത വിദ്യാഭ്യാസം ചെയ്ത് ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ, അവിടെയൊക്കെ ഇരുന്നു കൊണ്ട് ഈ സത്യധർമ്മം പുലർത്തി ഗുരുവിന്റെ നാമം പുകഴ്ത്തുവാൻ ശക്തി ഉണ്ടാവട്ടെ, പ്രാപ്തി ഉണ്ടാകട്ടെ, ഭാഗ്യമുണ്ടാകട്ടെ. അതിനായി ജഗദീശ്വരൻ അവരെ സൽക്കർമ്മികളായി വളർത്തട്ടെ. ഉറ്റു പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ വളരെ വിഷമയമായി മാറിയിരിക്കുകയാണ്. കഴിക്കുന്ന ആഹാരത്തിലുള്ളതിനേക്കാൾ ഉപരിയായി കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന വസ്തുക്കൾ അനവധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരു കടയിൽ നിന്ന് ഒരു മധുരപലഹാരം വാങ്ങി കഴിച്ചാൽ പ്രത്യക്ഷമായി നോക്കിയാൽ അതിനകത്ത് ഒരു വിഷവുമില്ല എന്ന് തോന്നിക്കും. പക്ഷേ നാളെയും അത് കഴിക്കാനുള്ള ആർത്തി ഉണ്ടാകും. എന്തുകൊണ്ട്? ആ ആർത്തി ഉണ്ടാകത്തക്ക വിധമുള്ള ഒരു രാസവസ്തു അതിനുള്ളിൽ അവർ ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിരുചിയും കൗതുകവും തോന്നിക്കുന്ന സാധനങ്ങൾ ഒന്നും വാങ്ങി കഴിക്കരുത്. പരിചയമില്ലാത്തവർ തരുന്ന ഒരു സാധനങ്ങളും വാങ്ങി ഉപയോഗിക്കരുത്. സുഹൃത്തുക്കളാണെങ്കിലും നിർബന്ധമായി എന്തെങ്കിലും അനാവശ്യമായ ഒരു പുകയൊന്നെടുത്തോ അല്ലെ ഇതൊന്ന് രുചിച്ച് നോക്ക്, നാക്കിന്റെ അടിയിലോട്ട് വെച്ചോ, ഇങ്ങനൊന്നും പറഞ്ഞാൽ അത് സ്വീകരിക്കരുത്. ഒരു കാരണവശാലും അങ്ങനെയുള്ള കർമ്മങ്ങളിലേക്ക് പോകരുത്. അങ്ങനെയൊന്നും പോകാതെ ശുദ്ധമായി ജീവിച്ച് ശുദ്ധമായ ചിന്ത ചെയ്ത് ശുദ്ധമായ കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധമായ അനുഭവം ഉണ്ടാകുവാൻ ഓമന കുഞ്ഞുങ്ങളെല്ലാം ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തരെയും ഞാനിതാ ദർശിച്ച് അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ അർപ്പിച്ച നേർച്ചകളെല്ലാം ഞാനിതാ സ്വീകരിക്കുന്നു. ഉന്നതമായി നടത്തപ്പെട്ട ഓരോ കർമ്മങ്ങളെ ഓർത്ത് നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ഗോത്തല ശാഖാശ്രമ വാർഷികം വളരെ ആളുകൾ കുറവുള്ള ഒരു ശാഖയാണത്. എന്നാൽ വളരെയേറെ ആളുകൾ അവിടെ എത്തി. പ്രകൃതി വളരെ കലുഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഘോഷയാത്ര എങ്ങനെ നടത്തുമെന്ന് ചിന്തിച്ചു. ആ സമയത്ത് ഇവിടെ ആചാര്യസ്തു നടക്കുകയായിരുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ആചാര്യന്മാരോട് പറഞ്ഞു, ഇപ്പോൾ ഘോഷയാത്ര തുടങ്ങേണ്ട സമയമാണ്, 10 മണി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ ഞാൻ അയച്ച എന്റെ സന്യാസിമാർക്ക് തോന്നുകയാണ്, മഴയായാലും വേണ്ടിയില്ല, നമുക്ക് അങ്ങ് ഇറങ്ങാം. അപ്പോ ചെറുതായി മഴ ചാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവര് ധൈര്യപൂർവ്വം ഇറങ്ങി. മഴ അങ്ങ് മാറി. ആശ്രമത്തിനുള്ളിൽ വന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ചപ്പോൾ ഒറ്റ മഴ. അങ്ങനെ പ്രകൃതിയെ നിയന്ത്രിച്ചുകൊണ്ടാണ് ആ ആശ്രമ വാർഷികം നടത്തപ്പെട്ടത്. അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാൻ ശുഭാനന്ദ ദേവൻ ഇന്നുമുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്ന് കൈയടിച്ചു കേട്ട. അങ്ങനെ ആ സർവശക്തി നേരിട്ട് നിന്നുകൊണ്ട് അത്ഭുത പുരുഷനാകുന്ന ദൈവം നേരിട്ട് നിന്ന് മഹാഗോപുരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ആത്മലോകത്തെ ഈ മഹാസത്യം അറിയിക്കുവാൻ വേണ്ടിയാണ് മഹാഗോപുരം ഉയർത്തുന്നത്. ഉന്നതമായത് പൂർത്തീകരിക്കുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. ആത്മദീപത്തെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ മഹാശക്തിയുടെ മനോഹര തൃക്കരങ്ങളിൽ എപ്പോഴും കരുതണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും കർമ്മിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സർവത്തിന് ഉൾക്കാമ്പായി ജഗദീശ്വരൻ വാഴട്ടെ. സർവത്തിന് ഉൾക്കർമ്മിയായി ജഗദീശ്വരൻ വാഴട്ടെ. പ്രത്യക്ഷമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.